നിയമസഭയിൽ വീണ ജോർജിനെ പേടിപ്പിച്ച് വിരട്ടിവിട്ടു എന്നൊക്കെ വീരവാദം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടവരുണ്ടോ? വീണ ജോർജ് പരസ്യമായി രാഹുലിനെ വെല്ലുവിളിച്ചിരുന്നു. വീണ ജോർജ് നിയമസഭയിൽ ആശാവർക്കർമാരുടെ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് സഭയിൽ നോട്ടീസ് കൊടുക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണൊരു മടി? വലിയ വായിൽ പ്രസംഗിച്ചതല്ലേ, കാര്യപ്രാപ്തി പോരാ എന്നും സ്ത്രീയാണ് എന്നുമൊക്കെ ആക്ഷേപിക്കുന്ന വീണ ജോർജ് നട്ടല് നിവർത്തി നിന്ന് വെല്ലുവിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ വെല്ലുവിളി സ്വീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയാതെ പോയത്? ഈ ഒരൊറ്റ കാര്യം മതി കോൺഗ്രസുകാരൊക്കെ പറഞ്ഞതൊക്കെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എന്ന് സ്ഥാപിക്കാൻ. കോവിഡ് കാലം കഴിഞ്ഞു. കേരളത്തിൽ ഒരു മൃതദേഹം പോലും പുഴയിൽ ഒഴുകി നടന്നില്ല. ഒരു മനുഷ്യൻ പോലും ഓക്സിജൻ കിട്ടാതെ മരിച്ചില്ല. ഒരാൾക്ക് പോലും വെന്റിലേറ്റർ സഹായം ലഭിക്കാതെ ഇരുന്നില്ല. 100 പേരല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ നിരന്തരം രോഗത്തിന്റെ പിടിയിൽ അമർന്ന ഒരു മഹാമാരിയുടെ കാലത്തെയാണ് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം ഇത്ര വിദഗ്ധമായി കൈകാര്യം ചെയ്തതെന്ന് ഓർക്കണം. ഇതൊക്കെ കേവലം ഒരു ഗവൺമെന്റിന്റെ മാത്രം കഴിവായിരുന്നില്ല എന്നും അതിന് സദാ സന്നദ്ധരായി നിന്ന ആശാവർക്കർമാരുടെ കഴിവ് തന്നെയാണ് ഇത്തരത്തിൽ ലോക രാഷ്ട്രങ്ങൾ പോലും മുട്ടുമടക്കിയ കോവിഡിനെ മുട്ടുമടക്കിക്കാൻ കേരളത്തിന് കഴിഞ്ഞതിന് പിന്നിലെന്നും വീണ ജോർജ് പറഞ്ഞു. അന്ന് അത്രയും സേവന തൽപരരായി നിന്നിരുന്ന ആശാ വിഭാഗത്തെ ആ കാരണം കൊണ്ട് തന്നെയാണ് അന്ന് കേന്ദ്ര സ്കീം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തകരായി ഏറ്റെടുത്തത്. അതിന് ഇന്നുവരെയും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന് സ്വമേധയാ അതിന് മാറ്റം വരുത്താനും സാധിക്കില്ല. കേവലം 100 രൂപയായിരുന്ന ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് കാലാകാലങ്ങളിലായി സംസ്ഥാന സർക്കാർ കൂട്ടിയതും അത് ആ 100 രൂപയിൽ നിന്ന് 7000 രൂപ വരെ ഉയർത്തിയതും വീണ ജോർജ് അക്കമിട്ട് നിരത്തി പറഞ്ഞു. ഇനിയും ഇത് കാലക്രമേണ ഉയർത്തണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആഗ്രഹമെന്നും, എന്നാൽ അതിന് ആനുപാതികമായി സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാകാത്തത് കൊണ്ടാണ് അത് മാറ്റിവെക്കപ്പെടുന്നതെന്നും കേന്ദ്ര സർക്കാർ കൂടി അനുവദിക്കുകയാണ് എങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതിലും കൂടുതൽ തുക നൽകാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു മടിയുമില്ല എന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. സഭയ്ക്കകത്തും പുറത്തും താൻ ഇത് തന്നെ പറഞ്ഞു എന്നും അവകാശ ലംഘനത്തിന് ആരും നോട്ടീസ് ഫയൽ ചെയ്തില്ല എന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. ഇതേസമയം അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ അപ്പീൽ പോവുകയാണ്. എന്നാൽ അതൊന്നും കണ്ട മട്ടിലല്ല കോൺഗ്രസുകാരുടെയോ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെയോ രീതികൾ. അത്തരത്തിൽ ഇതൊക്കെ കേന്ദ്ര സ്കീം ആണെങ്കിലും സംസ്ഥാന സർക്കാരിന് കഴിയുന്ന എല്ലാ തരത്തിലും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ സംസ്ഥാനം എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നും ആശമാർക്ക് വേണ്ടി ഇൻഷുറൻസ് പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാനമാണ് മുന്നിട്ടിറങ്ങിയതെന്നും വീണ ജോർജ് പറഞ്ഞു. അത് ഓപ്പൺ ചെയ്ത് തരേണ്ടത് പക്ഷേ കേന്ദ്രമാണ്, അത് സംസ്ഥാനമാണ് എന്നാൽ നൽകുന്നത് എന്നും വീണ ജോർജ് പറഞ്ഞു. 1600 കോടിയാണ് ആ ഇനത്തിൽ സംസ്ഥാന സർക്കാർ വകയിരുത്തുന്നത്. അതേസമയം കേന്ദ്രം നൽകുന്നത് കേവലം 8% താഴെ 140 കോടിക്ക് അടുത്ത് മാത്രം ഒരു തുകയാണ്. എന്നിരുന്നാലും സംസ്ഥാനം അത് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അത് 1.5 വർഷമായി ശ്രമിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നും കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ വുമൺ വോളണ്ടിയർ എന്ന ആശമാരെ പറ്റിയുള്ള പ്രസ്താവന എടുത്തു കളയണമെന്നും 2005-2006 പ്രഖ്യാപിച്ച ഓണറേറിയം ഇതുവരെയും കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടില്ലെന്നും അതിന് വ്യത്യാസം വരുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകളാണെന്ന പരിഗണന നൽകി ആശമാരെ ചേർത്ത് പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്നും അതിന് നിയമപരമായ മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്നുമാണ് വീണ ജോർജ് പറഞ്ഞത്. അങ്കണവാടി പ്രവർത്തകർക്ക് 12,500 കിട്ടുമ്പോൾ അതിൽ 2,500 മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എന്നും ബാക്കി സംസ്ഥാന സർക്കാരാണ് നൽകുന്നതെന്നും വീണ കൂട്ടിച്ചേർത്തു. ഡാറ്റയും വാങ്ങി പോക്കറ്റിലിട്ട് പോയ രാഹുലിന്റെ നാവിറങ്ങിപ്പോയി. വെറുതെ നിയമസഭയിലും പൊതുസമൂഹ വന്നിരുന്ന് ഊഹാപോഹങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങളെ പോലെ നിവർന്നു നിന്ന് തെളിവുകളോടെ പറഞ്ഞ വാദങ്ങൾ തെറ്റാണെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കൂ രാഹുലേ.